സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ഷോഡശോധ്യായഃ. 10ാമത്തെ സ്കന്ധത്തില് 16ാം അധ്യായത്തില് നാം കാളിയ മർദ്ദനമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാളിയനെ ഭഗവാൻ പത്തികൾ ചവിട്ടി താഴ്ത്തി അവശനാക്കി. അപ്പോൾ കാളിയ പത്നികൾ ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്, ഭഗവാനോട് അപേക്ഷിക്കുന്നു. അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 46ാമത്തെ ശ്ലോകം വരെ നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. 45 വരെ. ഇനി 46ാമത്തെ ശ്ലോകമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് തൊട്ട് നമുക്ക് പഠിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 46. നമോ ഗുണപ്രതീതായ ഗുണാത്മച്ഛാദനായ ച ഗുണവൃത്യുപലക്ഷ്യായ ഗുണദ്രഷ്ടേ സ്വസംവിദേ. നമോ ഗുണപ്രദീപായ ഗുണാത്മാച്ഛാദനായ ഗുണവൃത്തി ഉപലക്ഷ്യായ ഗുണദ്രഷ്ടേ സ്വസംവിദേ. ഗുണപ്രദീപായ ഗുണകാര്യങ്ങളെ പ്രകാശിപ്പിക്കുന്നവനും. ഗുണങ്ങൾ സത്വ രജസ് തമോ ഗുണങ്ങൾ. ഗുണാത്മച്ഛാദനായ ഗുണങ്ങളെ കൊണ്ട് ആത്മാവിനെ മറയ്ക്കുന്നവനും. ഗുണവൃത്തി ഉപലക്ഷ്യായ ഗുണങ്ങളുടെ പ്രവൃത്തിയാൽ ഗുണങ്ങളുടെ വൃത്തികളാൽ ഉപലക്ഷിക്കപ്പെടുവാൻ യോഗ്യനായും. ഗുണദ്രഷ്ട്രേ ഗുണങ്ങളുടെ സാക്ഷിഭൂതനായും. സ്വസംവിദേ സ്വയമേവ പ്രകാശിക്കുന്നവനുമായ നിന്തിരുവടിക്ക് നമഃ നമസ്കാരം. ഇപ്പൊ ഭഗവാന് ചതുർമൂർത്തി ഭാവം കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തു. ചതുർമൂർത്തി ആരൊക്കെയാണ്? വാസുദേവൻ, പ്രദ്യുമ്നൻ, സംഘർഷണൻ, അനിരുദ്ധൻ. 4 പേരാണ്. ഇവർ ഗുണകാര്യങ്ങളായ മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം എന്നിവയെ പ്രകാശിപ്പിക്കുന്നു. അപ്പൊ ഇതിൽ 3ലും ഏകനായ ഭഗവാൻ തന്നെയാണ് ഈ 4 മൂർത്തികളായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ ഈ 4 മൂർത്തികളും ഭഗവാൻ തന്നെയാണ്. മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം ഇതെല്ലാം പ്രകാശിപ്പിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ഏകനായ ഭഗവാൻ തന്നെ ഇതിലെല്ലാം അധിവസിക്കും. പിന്നെ 4 മൂർത്തികളായിട്ട് നമ്മൾ പറയുന്നു. ഇപ്പൊ സൃഷ്ടിസ്ഥിതി സംഹാരം എല്ലാം ഭഗവാൻ തന്നെയാണ്. പക്ഷെ ഓരോന്നിനും ഓരോ ഗുണങ്ങളെ ആശ്രയിച്ച് പറയുന്നു, അത്രയേ ഉള്ളൂ. ഭഗവാനാണെങ്കിലോ ഗുണത്തിന് അതീതനാണ്, ഗുണങ്ങളുടെ സാക്ഷിഭൂതനാണ്. എല്ലാത്തിനെയും കണ്ട് സാക്ഷിഭാവത്തിലിരിക്കുന്നു ഭഗവാൻ. എന്നാൽ നിർവികാരനായിട്ടിരിക്കുകയും ചെയ്യുന്നു. സ്വയമേവ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. നമോ ഗുണപ്രദീപായ ഗുണാത്മച്ഛാദനായ ച ഗുണവൃത്തി ഉപലക്ഷ്യായ ഗുണദ്രഷ്ടേ സ്വസംവിദേ. ശ്ലോകം 47. അവ്യാകൃത വിഹാരായ സർവവ്യാകൃത സിദ്ധയേ ഋഷികേശ നമസ്തേസ്തു മുനയേ മൗനശീലിനേ. അവ്യാകൃത വിഹാരായ സർവവ്യാകൃത സിദ്ധയേ ഋഷികേശ നമസ്തേസ്തു മുനയേ മൗനശീലിനേ. ഹേ ഋഷികേശ, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തകൻ ആയിട്ടുള്ളവനെ, അവ്യാകൃത വിഹാരായ അപ്രകടമായ വികാരത്തോടു കൂടിയതും സർവവ്യാകൃത സിദ്ധയെ ഒട്ടൊഴിയാതെയുള്ള ബ്രഹ്മാണ്ടങ്ങളുടെ ഉൽപ്പത്തിസ്ഥാനഭൂതനും മുനയെ മനനശീലനും മൗനശീലിനെ മൗന സ്വഭാവമുള്ളവനും ആയ
തേ, അങ്ങയ്ക്ക് നമ അസ്തു, നമസ്കാരം ഭവിക്കട്ടെ. അപ്പോൾ ഭഗവാൻ എല്ലാത്തിൻ്റെയും ഉള്ളിൽ അന്തര്യാമി ഇരുന്നുകൊണ്ട് സർവ ഇന്ദ്രിയങ്ങളുടെയും വ്യാപാരങ്ങളെ പ്രവർത്തിപ്പിക്കുന്നു. ഭഗവാന്റെ മഹിമ ആർക്കും ഊഹിക്കാൻ സാധിക്കുകയില്ല. ആരാലും കാണപ്പെടാത്ത ശക്തിയെ ആശ്രയിച്ചാണ് ഭഗവാൻ ബഹുവിധ ലീലകൾ ആടുന്നത്. കാണപ്പെടുന്ന സർവവും ഭഗവാനിൽ നിന്ന് ഉണ്ടായതാണ്. എല്ലാത്തിൻ്റെയും കാരണം ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ മുനിയാണ്. മുനി എന്ന് വെച്ചാൽ മനനശീലമുള്ളവൻ, ആത്മാവിൽ രമിക്കുന്നവനാണ്. എന്നാൽ ഇന്ദ്രിയങ്ങൾക്ക് അധീനനല്ല. ഇന്ദ്രിയ നാഥനാണ്, ഇന്ദ്രിയങ്ങളുടെ അധീശനാണ്. ഇനി മൗനശീലനാണ്, ഒന്നും ചെയ്യാതെ ഇരിക്കുന്നു. ഇപ്പൊ കാന്തത്തിന്റെ മുൻപിൽ ഇരുമ്പ് ചലിക്കുന്നത് പോലെ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നത് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട്. ഭഗവാൻ മിണ്ടാതിരിക്കുകയുള്ളൂ, പക്ഷെ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട്. രാമായണത്തിൽ പറയുമല്ലോ, തത് സാന്നിധ്യം കൊണ്ട് മാത്രം ഞാൻ ഇവയെല്ലാം സൃഷ്ടിക്കുന്നു, സീതാദേവി പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ആ ദേവിയാണ് അല്ലെങ്കിൽ മായയാണ് ഇതെല്ലാം സൃഷ്ടിക്കുന്നത്. ശ്ലോകം 47. അവ്യാകൃത വികാരായ സർവവ്യാകൃത സിദ്ധയെ ഋഷികേശ നമസ്തേസ്തു മുനയെ മൗനശീലിനെ. ശ്ലോകം 48. പരാപരഗതിജ്ഞായ സർവാധ്യക്ഷായ തേ നമ അവിശ്വായ ച വിശ്വായ തദ്ദൃഷ്ടേസ്യ ച ഹേതവേ. പരാ അപര ഗതിജ്ഞായ സർവ അധ്യക്ഷായ തേ നമഃ അവിശ്വായ ച വിശ്വായ തദ്ദൃഷ്ടേ അസ്യ ച ഹേതവേ. പരാവര ഗതിജ്ഞായ, പരമമായും അപരവുമായിരിക്കുന്ന ഗതിയെ അറിയുന്നവനും, അതായത് അതിസൂക്ഷ്മമായും സ്ഥൂലമായുമുള്ള ഗതിവിശേഷങ്ങളെ അറിയുന്നവനാണ്. പക്ഷെ ഭഗവാന് ഒന്നിനോടും ഒരു ചേർച്ചയും ഇല്ല. എല്ലാത്തിൻ്റെയും അധിഷ്ഠാനം, സർവ അധ്യക്ഷായ, എല്ലാത്തിൻ്റെ അധിഷ്ഠാനം ആരാണ്? ഭഗവാൻ. മൂല കാരണം ആരാണ്? ഭഗവാൻ തന്നെയാണ്. അവിശ്വായ, വിശ്വം ഇല്ലാത്തവനായും വിശ്വായ, വിശ്വരൂപകനായും. ഇപ്പം വിശ്വത്തിൻ്റെ സംബന്ധമൊന്നുമില്ല, ഭഗവാനിൽ നിന്നാണ്, അല്ലെങ്കിൽ ഭഗവാനിൻ്റെ സാന്നിധ്യം കൊണ്ട് അതിൽ മായയിൽ നിന്നാണ് ഈ വിശ്വം ഉണ്ടായത്. ഇപ്പൊ ഭഗവാന് അതുകൊണ്ട് അവിശ്വായ, അവിശ്വമില്ലാതെ എന്നാൽ വിശ്വരൂപനുമാണ്. തത് ദ്രഷ്ടയസ്യ, അതിനെ കാണുന്നവനായി, എല്ലാത്തിൻ്റെ സാക്ഷിഭൂതനായി ഭഗവാൻ നിൽക്കുന്നു. ഹേതവേ, എല്ലാത്തിൻ്റെയും കാരണമായിരിക്കുന്നതും, സാക്ഷിയായിട്ടും എല്ലാത്തിൻ്റെയും കാരണമായിരിക്കുന്നതും എല്ലാത്തിൻ്റെ അധിഷ്ഠാനവും ഭഗവാൻ തന്നെയാണ്. പരാവരഗതിജ്ഞായ സർവാധ്യക്ഷായ തേ നമ അവിശ്വായ ച വിശ്വായ തദ്ദൃഷ്ടേസ്യ ച ഹേതവേ. ശ്ലോകം 49. ത്വം ഹി യസ്യ ജന്മസ്ഥിതി സംയമാൻ പ്രഭോ ഗുണൈരനീഹോ ഹൃതകാലശക്തിദൃക് തത്തത് സ്വഭാവാൻ പ്രതിബോധയൻ സദാ സമീക്ഷയാമോഘ വിഹാരൈഹസേ. ത്വം ഹി അസ്യ ജന്മസ്ഥിതി സംയമാൻ പ്രഭോ ഗുണൈഹി അനീഹഃ അകൃതകാല ശക്തി ദൃക് തത്തത് സ്വഭാവാൻ പ്രതിബോധയൻ സതഃ സമീക്ഷയാ അമോഘ വിഹാര ഈഹസേ. പ്രഭോ, പ്രഭുവായുള്ളവനെ, ത്വം അങ്ങ്, അനീഹ അഭി, ആഗ്രഹങ്ങളൊന്നുമില്ലാത്തവനാണ്. ഭഗവാന് ഒരാഗ്രഹവുമില്ല. നിർവികാരനായിട്ട് നിരാകാരനായിട്ട് ഒരു അനീഹ, ഒരു ആഗ്രഹം ഇല്ലാത്തവനായിട്ട്, അനീഹനായിട്ട് നിർവികാരനായിട്ടിരിക്കുന്നു. അമോഘ വികാര, എന്നാൽ സഫലമായ കളികളോട്ട് ഭഗവാൻ പല ലീലകളും ആടുന്നു. സമീക്ഷയ, നോട്ടം കൊണ്ട്, സതഹ, സംസ്കാര രൂപമായിരിക്കുന്ന
തത്തത് സ്വഭാവാൻ അതത് പ്രാണികളുടെ സ്വഭാവങ്ങളെ പ്രതിബോധയൻ ഉണർത്തുന്നവനായി. അതായത് ഭഗവാൻ ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് നശിപ്പിക്കുന്നു. ഇതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? ഭഗവാൻ ആദ്യം ഈക്ഷണമാണ്. ലോകം സൃഷ്ടി വരുമ്പോൾ ആദ്യം ഭഗവാന്റെ ഈക്ഷണമാണ്. ഭഗവാൻ ആ കാലശക്തിയെ ഒന്ന് ഈക്ഷിക്കും. അപ്പോഴാണ് പ്രകൃതിയിൽ നിന്ന് സംസ്കാര രൂപേണ കിടക്കുന്ന പ്രാണിവർഗങ്ങളുടെ വാസനകൾ ഉണരുന്നത്. അപ്പോൾ വാസനകളെ അനുസരിച്ച് പ്രവൃത്തികൾ നടത്താൻ മതിയായ ഓരോ ശരീരങ്ങൾ ഭഗവാൻ അവർക്ക് കൊടുക്കുന്നു. പിന്നെ അവയെ രക്ഷിക്കുന്നു. ഇനി പ്രവൃത്തിക്ക് കൊള്ളാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അവയെല്ലാം സംഹരിക്കുകയും ചെയ്യുന്നു. പിന്നെ പുതിയ ശരീരങ്ങൾ കിട്ടുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തത്തത് സ്വഭാവാൻ അതത് പ്രാണികളുടെ സ്വഭാവങ്ങളെ പ്രതിബോധയൻ ഉണർത്തുന്നവനായി അകൃതകാലധൃ സ്വാഭാവികമായിരിക്കുന്ന കാലം എന്നു പേരായ ശക്തിയെ ധരിക്കുന്നവനായിട്ട് ഗുണൈഹി ത്രിഗുണങ്ങളെ കൈക്കൊണ്ട് അസ്യ ഇതിൻ്റെ ജന്മസ്ഥിതി സംയവാൻ സൃഷ്ടിസ്ഥിതി പാലനം സംഹാരം ഇവയെ ഈഹസേ ചെയ്യുന്നു. ഈ നിശ്ചയം പ്രളയകാലത്ത് എല്ലാം ഭഗവാനിൽ തന്നെ ലയിക്കും. പിന്നെ സൃഷ്ടിക്ക് സമയമാകുമ്പോൾ ഭഗവാൻ കാലശക്തിയെ ഈക്ഷിക്കും. അപ്പോൾ അങ്ങനെ മായയിൽ നിന്ന് ഈ ജീവജാലങ്ങളുടെ എല്ലാം ആവിർഭാവം ഉണ്ടാകുന്നു. വാസനകളനുസരിച്ച് പ്രവൃത്തി നടത്താൻ കഴിവുള്ള ശരീരങ്ങൾ എടുക്കുന്നു. ത്വം ഹി അസ്യ ജന്മസ്ഥിതി സംയവാൻ പ്രഭോ ഗുണൈരനീഹോ കൃത കാലശക്തിദൃക് തത്തത് സ്വഭാവാൻ പ്രതിബോധയൻ സദാ സമീക്ഷയാമോഹ വികാരൈകസേ. ശ്ലോകം 50. തസ്യൈവ തേമോ സ്തനവസ്ത്രിലോക്യാം ശാന്താശാന്ത ഉദ മൂഢയോനയ ശാന്താ പ്രിയാസ്തേഹി അധുനാവിധം സദാം സ്ഥാതുശ്ച തേ ധർമ്മ പരീപ്സയൈഹതാം. തസ്യ ഏവ തേ അമു തനവ സ്ത്രീലോക്യാം ശാന്ത അശാന്ത ഉദ മൂഢയോനയഃ ശാന്ത പ്രിയാഃ തേ ഹി അധുനാവിധം സദാം സ്ഥാതുഃ ച തേ ധർമ്മ പരീപ്സയ ഈഹതഃ. ത്രിലോക്യാം 3 ലോകങ്ങളിലും ശാന്ത ശാന്തിയുള്ളവയും അശാന്ത ശാന്തിയില്ലാത്തവയും അമു മൂഢയോനയക മൂഢത ഉള്ളവരുമായ പ്രാണികൾ തസ്യതേ ഏവ ഉദ അങ്ങയുടെ തന്നെ. അപ്പോൾ ശാന്തരായ പ്രാണികളുണ്ട്. അതായത് സത്വഗുണമുള്ളവർ ശാന്തരായവര്, രജോ ഗുണമുള്ളവർ അശാന്തരായത്, അല്ലെങ്കിൽ ഘോര ആയത് തമോ ഗുണമുള്ളവര് മൂഢര്. ഇങ്ങനെ 3 ഗുണങ്ങളെ കൈക്കൊണ്ട് സൃഷ്ടി നടത്തുകയാണ്. അപ്പം അങ്ങനെ ആ പ്രാണികൾ ഇങ്ങനെ ശാന്തരും അശാന്തരും മൂഢരും ആയ പ്രാണികൾ തസ്യതേ ഏവ ഉദ അങ്ങയുടെ തന്നെ തനവ ദേഹങ്ങൾ തന്നെയാണ്. അതായത് അങ്ങയിൽ നിന്ന് തന്നെയാണ് ഈ പ്രാണിവർഗം മുഴുവനും ഉണ്ടായിരിക്കുന്നത്. ധർമ്മപരീപ്സയ ധർമ്മത്തെ പാലിക്കാനുള്ള ഇച്ഛയോടുകൂടി ഈഹത പ്രവർത്തിക്കുന്നവനും സദാം നല്ലവരെ അവിതും രക്ഷിക്കാനായിക്കൊണ്ട് സ്ഥാതും ഒരുങ്ങിയവനുമായ തേ അങ്ങേക്ക് അധുന ഇപ്പോൾ ശാന്ത ശാന്തിയുള്ളവ പ്രിയാകി പ്രിയങ്ങളാകുന്നു നിശ്ചയം. അപ്പോൾ എല്ലാം അങ്ങയിൽ നിന്നാണ് വന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങ് ശാന്തിയുള്ളവരെയാണ് പ്രിയരായിട്ട് കരുതുന്നത്. ഞങ്ങളാണെങ്കിലോ തമോ ഗുണികളാണ്, ഘോര രൂപികളാണ്. സർപ്പങ്ങളല്ലേ, അതൊക്കെ ഞങ്ങൾ ഘോര രൂപികളാണ്. അപ്പോൾ ഭഗവാൻ സാത്വിക പ്രകൃതിയുള്ളവരെ സ്നേഹിക്കുന്നു, മൂഢരെ ശാസിക്കുന്നു. എല്ലാം അങ്ങയുടെ ലീലാദേഹങ്ങളാണല്ലോ. അപ്പം ചിലരെ സ്നേഹിക്കുകയും ചിലരെ വെറുക്കുകയും ചെയ്യുന്നത് അവതാര പ്രയോജനം സാധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. തസ്യൈവ തേമോ സ്തനവസ്ത്രിലോക്യാം ശാന്താശാന്ത ഉദമൂഢയോനയ ശാന്താ പ്രിയാസ്തേഹി അധുനാവിധം സദാ സ്ഥാതുശ്ച തേ ധർമ്മ പരീപ്സയൈഹതഃ. ശ്ലോകം 51. അപരാധ സഹൃത് ഭർത്ര സോഢവ്യസോ പ്രജാകൃതഃ ക്ഷന്തും അർഹസി ശാന്താത്മൻ മൂഢസ്യ ത്വം അജാനതഃ.
സ്വപ്രജാകൃത തൻ്റെ പ്രജയാൽ ചെയ്യപ്പെടുന്ന അപരാധ കുറ്റം ഭർത്ര സ്വാമിയാൽ സഹൃത് ഒരിക്കൽ സോഡവ്യ സഹിക്കത്തക്കതാകുന്നു. അപ്പോൾ തൻ്റെ പ്രജകൾ ചെയ്യുന്ന അപരാധത്തെ അങ്ങ് സഹിക്കണം. ഒരു അമ്മ മക്കൾ എന്ത് കുറ്റം ചെയ്താലും അത് സഹിക്കും. അതുപോലെ ഇത് ഞങ്ങളുമെല്ലാം അങ്ങയുടെ മക്കളാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ചെയ്ത ആ കുറ്റത്തെ അങ്ങ് ക്ഷമിക്കണം. ശാന്താത്മൻ ശാന്തമായ മനസ്സോടുകൂടിയവനെ ത്വാം അങ്ങയെ അജാനത അറിയാത്ത മൂഢന്റെ ക്ഷമിക്കാനും മൂഢന്റെ കുറ്റം ക്ഷമിക്കാനായിക്കൊണ്ട് അർഹസ്യ അങ്ങ് യോഗ്യനാകും. അപ്പം ഞങ്ങൾ മൂഢ യോനിയിൽ ജനിച്ചവരാണ്, തമോ ഗുണികളാണ്. അപ്പം ഞങ്ങൾ അപരാധം ചെയ്തു, ആ അപരാധത്തെ അങ്ങ് ക്ഷമിക്കുക. അപരാധ സഹൃത് ഭർത്ര സോഡവ്യസോ പ്രജാകൃത ക്ഷന്തും അർഹസി ശാന്താത്മൻ മൂഢസ്യത്വം അജാനതഃ. ശ്ലോകം 52. അനുഗൃണീഷ്വ ഭഗവൻ പ്രാണാം സ്ത്യജതി പന്നഗഃ സ്ത്രീണാം ന സാധുശോച്യാനാം പതിപ്രാണപ്രദീയതാം. അനുഗൃണീഷ്വ ഭഗവൻ പ്രാണാൻ ത്യജതി പന്നഗഃ സ്ത്രീണാം നഃ സാധു ശോച്യാനാം പ്രതിഹി പ്രാണഃ പ്രതീയതാം. ഭഗവാൻ, ഹേ ഐശ്വര്യപൂർണ, പന്നക പാമ്പ് പ്രാണങ്ങളെ ത്യജതി ഉപേക്ഷിക്കുന്നു. അപ്പോൾ ഇവൻ ഇപ്പോൾ കാളിയൻ ഞങ്ങളുടെ ഭർത്താവ് ഇപ്പൊ തന്നെ പ്രാണനെ ഉപേക്ഷിക്കും. അനുഗൃണീഷ്വ അനുഗ്രഹിച്ചാലും ഭഗവാൻ പത്തികൾ ചവിട്ടി കാളിയൻ അവശനായിരിക്കുകയാണ്. ഇപ്പൊ അവന്റെ പ്രാണൻ പോവും. അതുകൊണ്ട് അങ്ങ് അനുഗ്രഹിച്ചാലും സാധുശോച്യാനാം സാധുക്കളാൽ ശോചിക്കപ്പെടാൻ യോഗ്യങ്ങളായ സ്ത്രീകളായ നഖ ഞങ്ങളുടെ പ്രാണനാഥനായിരിക്കുന്ന പതി ഭർത്താവ് പ്രതീയതാം പ്രദാനം ചെയ്യപ്പെട്ടാലും, അപ്പോൾ ഞങ്ങളുടെ പ്രാണനാഥനായിരിക്കുന്ന ഭർത്താവിനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നാലും അങ്ങ് അനുഗ്രഹിച്ചാലും എന്ന് നാഗപത്നിമാർ ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. അനുഗൃണീഷ ഭഗവൻ പ്രാണാൻ ത്യജതി പന്നഗഃ സ്ത്രീണാം ന സാധു ശോച്യാനാം പതിപ്രാണപ്രതീയതാം. ശ്ലോകം 53. വിദേഹിതേ കിങ്കരീണാം അനുഷ്ഠേയം തവാജ്ഞയാ തശ്രദ്ധയാ അനുതിഷ്ഠൻ വൈ മുച്യതേ സർവതോ ഭയാത്. വിദേഹിതേ കിങ്കരീണാം അനുഷ്ഠേയം തവ ആജ്ഞയാ യത് ശ്രദ്ധയാനുതിഷ്ഠൻ വൈ മുച്യതേ സർവതോ ഭയാത്. തേ അങ്ങയുടെ കിങ്കരീണ ദാസികൾക്ക് അനുഷ്ഠേയം അനുഷ്ഠിക്കത്തക്കതിനെ വിദേഹി കൽപ്പിച്ചാലും, അതായത് നിങ്ങളെ അനുഗ്രഹിച്ചാൽ മറ്റുള്ളവർക്ക് ദോഷമായി വരുമെന്ന് ശങ്കിക്കേണ്ട. അങ്ങയുടെ പ്രഭാവത്തെ അറിഞ്ഞതിനാൽ ഇനിമേൽ അപരാധം ചെയ്യുകയില്ല. ഞങ്ങൾ അങ്ങയുടെ ആജ്ഞ അതിക്രമിക്കാതെ ഇരുന്നു കൊള്ളാം. ഇനി ഞങ്ങൾ ഒരു അപരാധവും ചെയ്യില്ല. അങ്ങ് പറയും പോലെ ഞങ്ങൾ ചെയ്യാം. തവ അങ്ങയുടെ ആജ്ഞയ കൽപ്പന കൊണ്ട് ശ്രദ്ധയോടുകൂടി യാതൊന്നിനെ അനുതിഷ്ഠൻ അനുഷ്ഠിക്കുന്നവൻ വൈ മാത്രം സർവതോ ഭയ എല്ലാ ഭയത്തിൽ നിന്നും മുച്യതേ മോചിക്കപ്പെടുന്നു. അപ്പൊ അങ്ങയുടെ കൽപ്പന വളരെ ശ്രദ്ധയോടുകൂടി യാതൊരുവൻ അങ്ങ് വിധിച്ച കർമ്മങ്ങൾ നടത്തുന്നുവോ അവന് മാത്രമേ സർവഭയത്തിൽ നിന്ന് നിവർത്തിച്ച് പുനരാവർത്തിയില്ലാത്ത പരമപദം സിദ്ധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ അങ്ങ് അനുഗ്രഹിച്ചാലും. വിദേഹിതേ കിങ്കരീണാം അനുഷ്ഠേയം തവാജ്ഞയാ യത് ശ്രദ്ധയാനുതിഷ്ഠൻ വൈ മുച്യതേ സർവതോ ഭയാത്. ശ്രീശുകവാച. ശ്ലോകം 54. ഇത്തം സ നാഗപത്നീഭിർ ഭഗവാൻ സമഭിഷ്ടുതഃ മൂർച്ഛിതം ഭഗ്നശിരസം വിസസർജ അംഘ്രികുട്ടനൈഃ. ഇത്തം സ നാഗപത്നീഭിഃ ഭഗവാൻ സമഭിഷ്ടുതഃ മൂർച്ഛിതം ഭഗ്നശിരസം വിസസർജ അംഘ്രികുട്ടനൈഃ. നാഗപത്നീഭി നാഗത്തിന്റെ
അതായത് കാളിയന്റെ ഭാര്യമാരാൽ ഇത്തം ഇപ്രകാരം സമഭിഷ്ടുത നന്നായി സ്തുതിക്കപ്പെട്ട സഹ ഭഗവാൻ ആ കൃഷ്ണൻ അംഘ്രികുട്ടനൈഹി പാദപ്രഹരങ്ങളാൽ മൂർച്ഛിതം മോഹാലസ്യപ്പെട്ടവനും ഭഗ്നശിരസം മുറിപ്പെട്ട തലയോടുകൂടിയവനുമായ കാളിയനെ വിസസർജ വിട്ടു. അപ്പോൾ ഇവരുടെ അപേക്ഷ കേട്ട് കാളിയന്റെ പണത്തിൽ നിന്നും ഭഗവാൻ ഇറങ്ങി നാഗസ്ത്രീകളുടെ മുൻഭാഗത്ത് നിന്നു. ഇത്തം സ നാഗപത്നീഭിർ ഭഗവാൻ സമഭിഷ്ടുത മൂർച്ഛിതം ഭഗ്നശിരസം വിസസർജ അംഘ്രികുട്ടനൈഹി. ശ്ലോകം 55. പ്രതിലപ്തേന്ദ്രിയ പ്രാണ കാളിക ശനകൈർഹരി കൃഷ്ണാത് സമുശ്വസൻ ദീന കൃഷ്ണം പ്രാഹ കൃതാഞ്ജലി. പ്രതിലബ്ധേന്ദ്രിയ പ്രാണ കാളിയഃ ശനകൈഹി ഹരിം കൃഷ്ണാത് സമുശ്വസൻ ദീനഃ കൃഷ്ണം പ്രാഹ കൃതാഞ്ജലി. ശനകൈഹി മെല്ലെ പ്രതിലബ്ധേന്ദ്രിയ പ്രാണ ലഭിക്കപ്പെട്ട ഇന്ദ്രിയങ്ങളോടും പ്രാണങ്ങളോടും കൂടിയവനായി കൃഷ്ണാത് പ്രയാസപ്പെട്ട് സമുശ്വസൻ ശ്വാസം വിടുന്നവനായി ദീനഹ ദുഃഖിതനായിരിക്കുന്ന കാളിയഹ കാളിയൻ കൃതാഞ്ജലി ചെയ്യപ്പെട്ട അഞ്ജലിബദ്ധത്തോട് കൈകൂപ്പിക്കൊണ്ട് ഹരിം കൃഷ്ണ വിഷ്ണുവായ കൃഷ്ണനോട് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ കാളിയന്റെ ആ പത്തിയിൽ നിന്നും താഴെ ഇറങ്ങിയപ്പോൾ അവന് ജീവൻ കിട്ടി. അപ്പോൾ അവന്റെ ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിച്ചു തുടങ്ങി. അവൻ ശ്വാസം വിട്ടു. എന്നിട്ട് കൈകൾ കൂപ്പി ഭഗവാനോട് പറയുകയാണ്. പ്രതിലപ്തേന്ദ്രിയ പ്രാണ കാളിക ശനകൈഹരിം കൃഷ്ണാത് സമുശ്വസൻ ദീന കൃഷ്ണം പ്രാഹ കൃതാഞ്ജലി. ശ്ലോകം 56. കാളിയ ഉവാച വയം ഖലാ സഹോത്പത്യാ താമസാ ദീർഘമന്യവഃ സ്വഭാവോ ദുസ്ത്യജോ നാഥ ലോകാനാമത് അസദ്ഗ്രഹഃ. വയം ഖലാഃ സഹ ഉത്പത്യാ തമസ ദീർഘമന്യവഃ സ്വഭാവഃ ദുസ്ത്യജഃ നാഥ ലോകാനാം യത് അസദ്ഗ്രഹഃ. നാഥ രക്ഷിതാവേ ഉത്പത്യാസഹ ഉത്പത്തിയോടുകൂടി വയം ഞങ്ങൾ ഖല ദുഷ്ടന്മാരും താമസ തമോ ഗുണപ്രധാനികളും ദീർഘമന്യവ അതിക്രോധമുള്ളവരും ആകുന്നു. സ്വഭാവ പ്രകൃതി ദുസ്തജ ഉപേക്ഷിക്കാൻ കഴിയുന്നതല്ല. യാതൊന്നു ഹേതുവായിട്ട് ലോകാനാം ലോകങ്ങൾക്ക് അസദ്ഗ്രഹ അസത്തായ ആഗ്രഹം ഭവിക്കുന്നു. അപ്പോൾ കാളിയൻ പറയാണ്, കാളിയന്റെ അഹങ്കാരമെല്ലാം ഒടുങ്ങി. ഈ ലോകം മുഴുവനും അങ്ങേക്ക് കീഴടങ്ങിയിരിക്കുകയാണ്. ഞങ്ങളും അതിൽ ഉൾപ്പെട്ടവർ തന്നെ. അങ്ങയുടെ ആജ്ഞയാൽ തന്നെ എല്ലാം ചെയ്യുന്നു. ഞങ്ങളിൽ കുറ്റമില്ല. പ്രഭുവായ അങ്ങേക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. അങ്ങയുടെ ഇഷ്ടം പോലെ ചെയ്യുക എന്ന് പറയുകയാണ്. അപ്പോൾ ഞങ്ങൾ ജന്മം മുതലേ അന്യന്മാരെ ദ്രോഹിക്കുന്നവരാണ്. ഞങ്ങൾ തമോ ഗുണികളാണ്. അപ്പോൾ അങ്ങ് തന്നെയാണ് ഞങ്ങളെയും സൃഷ്ടിച്ചത്. അപ്പോൾ എല്ലാവർക്കും അസത്തായ ഈ ദേഹത്തിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള വിചാരം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് അഹങ്കാരമുണ്ട്. പക്ഷെ ഇപ്പോൾ അഹങ്കാരമെല്ലാം പോയി. അതിനാൽ അങ്ങക്ക് ഞാനിതാ കീഴടങ്ങിയിരിക്കുന്നു. ശ്ലോകം 56. വയം ഖലാ സഹോത്പത്യ താമസാ ദീർഘമന്യവഃ സ്വഭാവോ ദുസ്ത്യജോ നാഥ ലോകാനാമത് അസദ്ഗ്രഹഃ. ശ്ലോകം 57. ത്വയാ സൃഷ്ടമിദം വിശ്വം ധാതുർഗുണ വിസർജനം ജ്ഞാനാ സ്വഭാവ വീര്യൗജോ യോനി ബീജാശയാകൃതി. ത്വയാ സൃഷ്ടം ഇദം വിശ്വം ധാതർ ഗുണ വിസർജനം ധാതഃ ഗുണ വിസർജനം ജ്ഞാന സ്വഭാവ വീര്യ ഔജ യോനി ബീജ ആശയ ആകൃതി.
താതഹ, അല്ലയോ പിതാവേ, നാനാ സ്വഭാവ വീര്യ, ബഹുവിധമായ സ്വഭാവം, വീര്യം, ഔജ ഓജസ്, യോനി ഉൽപ്പത്തി സ്ഥാനം, ബീജ ബീജം, ആശയം ആകൃതി ഇവയോട് കൂടിയത്, ഗുണവിസർജനം ഗുണഭേദം നിമിത്തം വിവിധ പ്രകാരത്തിൽ സൃഷ്ടിക്കപ്പെട്ടതുമായ ഇതം വിശ്വം, ഈ ലോകം ത്വയ അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ടതായിരുന്നു. അപ്പൊ ഈ ലോകം അങ്ങ തന്നെയാണ് സൃഷ്ടിച്ചത്. അപ്പൊ ഇതിൽ ശാന്തക്കാരുണ്ട്, ശാന്തരായവരുണ്ട്, മൂഢരായവരുണ്ട്, അശാന്തരായവരുണ്ട്. അതുപോലെ തന്നെ സത്വഗുണം, തമോ ഗുണം, രജോ ഗുണമുള്ളവരെല്ലാം ഉണ്ട്. ഇപ്പൊ ബഹുവിധ ഗുണങ്ങളോടുകൂടിയ ഈ ലോകത്തെ അങ്ങ് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ത്വയാ സൃഷ്ടമിതം വിശ്വം ധാതർഗുണ വിസർജനം നാനാ സ്വഭാവ വീര്യൗജോ യോനി ബീജാശയാകൃതി. ശ്ലോകം 58. വയം ച തത്ര ഭഗവൻ സർപ്പാജാത്യോ ഉരുമന്നവഃ കഥം ത്യജാമ ത്വന്മായാം ദുസ്ത്യജാമോഹിതാ സ്വയം. വയം ച തത്ര ഭഗവൻ സർപ്പാ ജാതി ഉരുമന്നവഃ കഥം ത്യജാമ ത്വന്മായാം ദുസ്തജാം മോഹിതാഹ സ്വയം. തത്ര അതിൽ ജാത്യു ഉരുമന്യവ സ്വഭാവത്താൽ തന്നെ മഹാക്രോധമുള്ള സർപ്പാഹ സർപ്പങ്ങളായ വയം ഞങ്ങൾ. അപ്പം അങ്ങ് പല ജാതിക്കാരെ സൃഷ്ടിച്ചിട്ടുണ്ട്, സത്വഗുണ രജോ ഗുണ തമോ ഗുണക്കാരെ. അതിൽ മഹാക്രോധരായ തമോ ഗുണികളായ സർപ്പങ്ങളായ ഞങ്ങൾ മോഹിക്കപ്പെട്ടവരായി, ദുസ്തജാം ഉപേക്ഷിക്കാൻ കഴിയാത്ത ത്വന്മായ അങ്ങയുടെ മായയെ ഭഗവൻ ഹേ ഐശ്വര്യപൂർണ സ്വയം താനേ തന്നെ കഥം എങ്ങനെ ത്യജാമ ഉപേക്ഷിക്കും. അപ്പം ഞങ്ങൾ മായയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ സ്വതവേ തന്നെ ക്രൂരന്മാരും ക്രോധമുള്ളവരുമാണ്. അപ്പം അങ്ങയുടെ മായയിൽപ്പെട്ട് ഞങ്ങളിങ്ങനെ ഉഴലുകയാണ്. ആ മായയെ എങ്ങനെ ഞങ്ങൾ ജയിക്കും? വയം ച തത്ര ഭഗവൻ സർപ്പാജാത്യുരുമന്നവഃ കഥം ത്യജാമ ത്വന്മായാം ദുസ്ത്യജാമോഹിതാ സ്വയം. ശ്ലോകം 59. ഭഗവാൻ ഹി കാരണം തത്ര സർവജ്ഞോ ജഗദീശ്വര അനുഗ്രഹം നിഗ്രഹം വാ മന്യസേ തദ്വിദേഹിനഃ. തത്ര അതിൽ സർവജ്ഞഃ എല്ലാം അറിയുന്നവനും ജഗദീശ്വരഃ ലോകത്തിന്റെ നിയന്താവുമായ ഭവാൻ ഹി അങ്ങ് തന്നെ കാരണം ഹേതു. അപ്പോൾ ഇതിനെല്ലാം കാരണം എന്താണ്? ഈ ശാന്തരും ഘോരരും ഒക്കെ ഉള്ളവരും കാരണം ആരാണ്? അങ്ങ് തന്നെയാണ്. അങ്ങാണല്ലോ എല്ലാത്തിൻ്റെയും നിയന്താവ്. അനുഗ്രഹം വാ നിഗ്രഹം വാ, അനുഗ്രഹത്തെയോ നിഗ്രഹത്തെയോ മന്യസേ വിചാരിക്കുന്നുവോ അതിനെ നഹ ഞങ്ങൾക്ക് വിദേഹി ചെയ്താലും. അങ്ങാണ് എല്ലാത്തിൻ്റെയും നിയന്താവ്. അതുകൊണ്ട് അങ്ങയ്ക്ക് ഞങ്ങളെ അനുഗ്രഹിക്കുകയോ ചെയ്യാം, അല്ലെങ്കിൽ നിഗ്രഹിക്കുകയോ ചെയ്യാം. അപ്പം അത് അങ്ങയുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഭഗവാൻ ഹി കാരണം തത്ര സർവജ്ഞോ ജഗദീശ്വരഃ അനുഗ്രഹം നിഗ്രഹം വാ മന്യസേ തദ്വിദേഹിനഃ. ശ്രീശുക ഉവാച. ശ്ലോകം 60. ഇത്യാകർണവച പ്രാഹ ഭഗവാൻ കാര്യമാനുഷഃ നാത്രസ്തേയം ത്വയാ സർപ്പ സംദ്രമ്യാഹിമാചിരം സ്വജ്ഞാത്യാപത്യ ദാരാഠ്യോ ഗോ നൃഭിർ ഭുജ്യതാം നദീം. അപ്പോൾ ശ്രീശുകൻ ഇനി പറയുകയാണ്, ഇതി ആകർണ്യ വചഃ പ്രാഹ ഭഗവാൻ കാര്യ മാനുഷഃ ന അത്ര സ്ഥേയം ത്വയാ സർപ്പ സമുദ്രം യാഹി മാചിരം സ്വജ്ഞാതി അപത്യ ദാരാഠ്യോ ഗോ നൃഭിഃ ഭുജ്യതാം നദീ. കാര്യമാനുഷഃ കാര്യത്തിനു വേണ്ടി മനുഷ്യനായിരിക്കുന്ന ഭഗവാൻ ഐശ്വര്യപൂർണനായ അങ്ങ് ഇതി വച ഈ വാക്ക് ആകർണ്യ കേട്ടിട്ട് സർപ്പത്തിനോട് പറയാണ്, സർപ്പ അല്ലയോ സർപ്പമേ, ഗോനൃഭിവി മനുഷ്യരായാലും പശുക്കളായാലും പശുക്കൾ മുതലായ മൃഗങ്ങളായാലും നദി ഈ യമുന ഭുജിക്കപ്പെടണം. മനുഷ്യർക്കും പക്ഷിമൃഗാദികൾക്കും എല്ലാം കുടിക്കാൻ യോഗ്യമായിരിക്കണം ഈ നദിയിലെ വെള്ളം.
തത്ര ഇതിൽ ത്വയ നിന്നാൽ നസ്തേയം ഇരിക്കാൻ യോഗ്യമല്ല. നീ ഇരുന്നാൽ ഈ വെള്ളം വിഷലിപ്തമാകും. അതുകൊണ്ട് ഇതിൽ നീ ഇരിക്കാൻ പാടില്ല. ഇത് പക്ഷികൾക്കും മനുഷ്യർക്കും എല്ലാം കുടിക്കാൻ യോഗ്യമാവണം. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? സ്വജ്ഞാത്യ നിന്റെ ബന്ധുക്കൾ, അപത്യ മക്കൾ, ധാരാട്യ ഭാര്യമാർ ഇവരോടുകൂടി മാചിരം താമസിയാതെ തന്നെ സമുദ്രം യാഹി സമുദ്രത്തെ പ്രാപിച്ചാലും എന്ന് പ്രാഹ പറഞ്ഞു. സമുദ്രമധ്യത്തിലുള്ള രമണകം എന്ന ദ്വീപിലേക്ക് പോകാനാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പം നീ ഇവിടെ ഉണ്ടായിരുന്നാൽ ഈ വെള്ളം ശുദ്ധമായിരിക്കില്ല, പക്ഷിമൃഗാദികൾക്കോ മനുഷ്യർക്കോ കുടിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോകണം. കാരണം എന്താണ്? ഇത് മനുഷ്യർക്കും പക്ഷിമൃഗാദികൾക്കും കുടിക്കാൻ യോഗ്യമായിരിക്കണം. അതുകൊണ്ട് നീ നിന്റെ ഭാര്യയും ബന്ധുക്കളോടും കുട്ടികളോടൊപ്പം ഇവിടെ നിന്ന് സമുദ്രമധ്യത്തിലുള്ള രമണകം എന്ന ദ്വീപിലേക്ക് പോകണം. ശ്രീശുവാച ഇത്യാകർണവച പ്രാഹ ഭഗവാൻ കാര്യമാനുഷഃ നാത്രസ്തേയം ത്വയാ സർപ്പ സമുദ്രം യാഹിമാചിരം സ്വജ്ഞാത്യാപത്യതാരാഠ്യോ ഗോ നൃഭിർപുജ്യതാം നദീം. ശ്ലോകം 51. യേതത് സംസ്മരേന്മർത്യ സ്തുപ്യം മദനുശാസനം കീർത്തയൻ ഉഭയോ സന്ധ്യോർ ന യുസ്മത് ഭയം ആപ്നുയാത്. ഏതത് സംസ്മരേൻ മർത്യ തുഭ്യം മദനുശാസനം കീർത്തയൻ ഉഭയഃ സന്ധ്യോഹോ ന യുഷ്മത് ഭയം ആപ്നുയാത്. യഹ മർത്യ യാതൊരു മനുഷ്യൻ തുഭ്യം നിങ്ങൾക്കായിക്കൊണ്ട് മദനുശാസനം എൻ്റെ ശാസനമായ ഏതത് ഇതിനെ സംസ്മരേ സ്മരിക്കുന്നുവോ ഉഭയോ സന്ധ്യോ രണ്ട് സന്ധികളിലും, അതായത് പ്രായസന്ധ്യയിലും സായം സന്ധ്യയിലും കീർത്തയൻ കീർത്തിക്കുന്നവനായി ഭവിക്കുന്നുവോ സഹ അവൻ യുഷ്മത് നിങ്ങളിൽ നിന്ന് ഭയത്തെ ന ആപ്നുയ പ്രാപിക്കരുത്. അപ്പോൾ ഈ കഥ യാതൊരു മനുഷ്യൻ പ്രാതകാലത്ത് സായങ്കാലത്തും കീർത്തിക്കുക സ്മരിക്കുകയോ ചെയ്യുകയോ ആ മനുഷ്യരെ നിങ്ങൾ യാതൊരു ഉപദ്രവവും ചെയ്യാൻ പാടില്ല. അപ്പം എൻ്റെ ലീലാകീർത്തനം അവർക്ക് ഭയമില്ലാത്തതായി തീരണം. ഇത് നിങ്ങൾ ഓർമ്മ വെച്ചുകൊള്ളണം. അപ്പം നീ രമണവന്തിയിലും പോണം. എൻ്റെ ഈ ലീല രാവിലെയോ വൈകിട്ടോ സ്മരിക്കുകയോ കീർത്തിക്കുകയോ ചെയ്യുന്ന മനുഷ്യന് നിങ്ങളിലുള്ള, അതായത് സർപ്പങ്ങളിലുള്ള ഭയമുണ്ടാകാൻ പാടില്ല. ഏതത് സംസ്മരേൻ മർത്യ സ്തുപ്യം മദനുശാസനം കീർത്തയൻ ഉഭയോ സന്ധ്യോർ ന യുഷ്മത് ഭയം ആപ്നുയാത്. ശ്ലോകം 62. യോ യസ്മിൻ സ്നാത്വാ മദാ ക്രീഡേ ദേവാദീൻ തർപ്പയേജ്ജലൈ ഉപോഷ്യമാം സ്മരൻ അർച്ചേത് സർവപാപൈ പ്രമുച്യതേ. യോ യഹ അസ്മിൻ സ്നാത്വാ മദാ ക്രീഡേ ദേവാദീൻ തർപ്പയേജ്ജലൈഃ ഉപോക്ഷ്യ മാം സ്മരൻ അർച്ചേത് സർവപാപൈഃ പ്രമുച്യതേ. യഹ യാതൊരുവൻ ഉപോക്ഷ്യ ഉപവാസം ചെയ്തിട്ട് മദാ ക്രീഡേ എൻ്റെ ക്രീഡാസ്ഥാനമായ അസ്മിൻ ഇതിൽ, അതായത് ഈ കാളിന്തിയിൽ സ്നാനം ചെയ്തിട്ട് സ്നാനം ചെയ്തിട്ട് ജലൈഹി ജലം കൊണ്ട് ദേവാദികളെ തർപ്പയെ തൃപ്തിപ്പെടുത്തുമോ മാം എന്നെ സ്മരൻ ചിന്തിച്ചുകൊണ്ട് അർച്ചയെ പൂജിക്കുന്നുവോ സഹ അവൻ സർവപാപൈ സകല പാപങ്ങളാലും പ്രമുച്യതേ മോചിക്കപ്പെടുന്നു. അപ്പോൾ കാളിയൻ ഈ സ്ഥലത്ത് വസിക്കരുത്. ഭഗവാൻ പറയാണ്, ഞാൻ ഇറങ്ങി ക്രീഡിച്ച ഈ ഹൃദം തീർത്ഥസ്ഥാനമായി വരണം. ഇതിൽ ഉപവാസം ചെയ്ത് കുളിക്കുകയും ഇതിലെ ജലം കൊണ്ട് ദേവന്മാർക്ക് അല്ലെ പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുകയും എന്നെ മനസാ സ്മരിച്ചുകൊണ്ട് പൂജിക്കുകയും ചെയ്യുന്നവർ മനസാ വാച കർമ്മണ ഭവിച്ച സർവപാപങ്ങളിൽ നിന്നും ശുദ്ധരായി ഭവിക്കും. ഇനി അവർക്ക്
പാപം ചെയ്യാനുള്ള വാസന പോലും ഉണ്ടാവുകയില്ല. അങ്ങനെ ലോകത്തിന് ഗുണമുണ്ടാകണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ഇതിൽ നിന്നും ദൂരെ പോകണം, ഈ സ്ഥലം വിട്ട് പോകണം എന്ന് ഭഗവാൻ കാളിയനോട് പറയുകയാണ്. യോ അസ്മിൻ സ്നാത്വാ മതാ ക്രീഡേ ദേവാദീൻ തർപ്പയേ ജലൈ ഉപോഷ്യമാം സ്മരനർച്ചേ സർവപാപൈ പ്രമുച്യതേ. ശ്ലോകം 63. ദീപം രമണകം ഹിത്വാ ഹൃദമേതദുപാശ്രിതഃ യദ്ഭയാത് സ സുവർണസ്ത്വാം നാദ്യാത് മത്പാദലാഞ്ചിതം. യദ്ഭയാത് ദീപം രമണകം ഹിത്വാ ഹൃദം ഏതത് ഉപാശ്രിതഃ യദ്ഭയാത് സ സുവർണഃ ത്വാം ന അദ്യാത് മത്പദ പാദലാഞ്ചിതം. യദ്ഭയ യാതൊരുത്തിൽ നിന്നുള്ള ഭയം നിമിത്തം, അതായത് നിങ്ങൾ ഇവിടെ വരാൻ കാരണം ഗരുഡനിൽ നിന്നുള്ള ഭയം കൊണ്ടാണ്. അപ്പം യാതൊരുത്തിൽ നിന്നുള്ള ഭയം നിമിത്തം രമണകം ദീപത്തെ ഹിത്വ ഉപേക്ഷിച്ചിട്ട് ഏതം ഹൃദം ഈ ഹൃദത്തെ ഈ കാളിന്തിയെ ഉപാശ്രിത പ്രാപിച്ചുവോ സഹ സുവർണക ആ ഗരുഡൻ മത് പാദലാഞ്ചിതം എൻ്റെ കാലടയാളമുള്ള ത്വം നിന്നെ നാദ്യ ഉപദ്രവിക്കുകയില്ല. അപ്പോൾ ഈ കാളിയൻ എവിടെയാണ് താമസിച്ചിരുന്നത്? നേരത്തെ താമസിച്ചിരുന്നത് രമണകദ്വീപിലാണ്. അവിടെ ഗരുഡനെ പേടിച്ചാണ് ഇവിടെ വന്നത്, ഈ കാളിന്തിയിൽ വന്നത്. അപ്പം അതിന് കാരണം അടുത്ത അധ്യായത്തിൽ നമ്മൾ പഠിക്കും. ഗരുഡനെ എന്തുകൊണ്ടാണ് പേടിച്ചതെന്നൊക്കെ ഉള്ളത് അടുത്ത അധ്യായത്തിൽ പഠിക്കും. അപ്പം അങ്ങനെ ഗരുഡനെ പേടിച്ചാണല്ലോ നീ ഇവിടെ വന്നത്. ഇനി പോയാൽ ഗരുഡൻ നിന്നെ ഉപദ്രവിക്കുമെന്നുള്ള പേടി നിനക്ക് വേണ്ട. കാരണം എന്താണ്? എൻ്റെ കാൽപാദം നിന്റെ തലയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടാൽ ഗരുഡൻ നിന്നെ ഉപദ്രവിക്കുകയില്ല. ദീപകം രമണകം ഹിത്വാ ഹൃദം ഏത ഉപാശ്രിതഃ യദ്ഭയാത് സ സുവർണം സ്ത്വാം നാദ്യാത് മത്പാദലാഞ്ചിതം. ശ്ലോകം 64. ശ്രീശുകവാച ഏവമുക്തോ ഭഗവതഃ കൃഷ്ണേനാത്ഭുതകർമ്മണ തം പൂജയാമാസ മുദാ നാഗപത്നിശ്ച സാദരം. ഏവം മുക്തഃ ഏവം ഉക്തഃ ഏവം കഴിഞ്ഞു ഊ എന്നാണ്. ഉക്തഃ ഭഗവത കൃഷ്ണേന അത്ഭുതകർമ്മണ തം പൂജയാമാസ മുദ നാഗപത്ന്യഃ ച സാദരം. അത്ഭുതകർമ്മണ ആശ്ചര്യകർമ്മം ചെയ്ത ഭഗവാനായ കൃഷ്ണനാൽ ഏവം ഇപ്രകാരം ഉക്ത പറയപ്പെട്ട കാളിയനും നാഗപത്നി കാളിയന്റെ ഭാര്യമാരും മുത സന്തോഷത്തോടും സാദരം ആദരവോടും കൂടി തം അവനെ പൂജയാമാസ പൂജിച്ചു. അപ്പം ഈ അത്ഭുത കർമ്മം ചെയ്ത ഭഗവാനെ, അതായത് അവനെ രമണക ദ്വീപിലേക്ക് പോകാൻ പറഞ്ഞെങ്കിലും ഗരുഡനെ ഭയപ്പെട്ടാണ് ഇവിടെ വന്നത്. അപ്പം ഇനി ഗരുഡ ഭയം ഇല്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഭഗവാൻ കാളിയനെ അനുഗ്രഹിച്ചു. അവൻ്റെ ഭാര്യമാരും സന്തോഷത്തോടു കൂടി ഭഗവാനെ പൂജിക്കുകയാണ്. ഏവമുക്തോ ഭഗവത കൃഷ്ണേനാത്ഭുതകർമ്മണ തം പൂജയാമാസ മുദാ നാഗപത്നിശ്ച സാദരം. ശ്ലോകം 65. ദിവ്യാംബരശ്രമണിഭിഃ പരാർത്ഥൈരപി ഭൂഷണൈഃ ദിവ്യഗന്ധാനുലേപൈശ്ച മഹത്യോത്പലമാലയാം. ദിവ്യാംബര ഷഡ്മണിഭിഃ പരാർത്ഥൈഃ അപി ഭൂഷണൈഃ ദിവ്യഗന്ധാനുലേപൈഃ ച മഹതി ഉത്പലമാലയാ. മഹത്യോത്പലമാലയ ദിവ്യാംബര ഷഡ്മണി. അപ്പോൾ അവരെന്ത് ചെയ്തു? ഭഗവാനെ പൂജിച്ചത് എന്തൊക്കെ കൊണ്ടാണ്? ദിവ്യാംബര ഷഡ്മണിഭി ദിവ്യങ്ങളായ വസ്ത്രങ്ങൾ, മാലകൾ, രത്നങ്ങൾ ഇവ കൊണ്ടും പരാർത്ഥ്യൈഹി ഏറ്റവും ശ്രേഷ്ഠങ്ങളായ ഭൂഷണൈ ആഭരണങ്ങൾ കൊണ്ടും ദിവ്യഗന്ധാനുലേപയിച്ച ദിവ്യങ്ങളായ ചന്ദനം, കുറിക്കൂട്ട് ഇവ കൊണ്ടും മഹത്യ ശ്രേഷ്ഠമായ ഉത്പലമാലയ നീലത്താമര മാല കൊണ്ടും ഭഗവാനെ
പൂജിച്ചു. അപ്പോൾ സങ്കല്പമാത്രത്താൽ സിദ്ധിച്ചതായ ശോഭന വസ്ത്രങ്ങൾ, മാലകൾ, രത്നങ്ങൾ, അതിശോഭയുള്ള ആഭരണങ്ങൾ, അതുപോലെ തന്നെ ചന്ദനം, കുറുക്കൂട്ട്, നീല താമരപ്പൂമാല ഇവ കൊണ്ട് ഭഗവാനെ പൂജിക്കുന്നു. ശ്ലോകം 65. ദിവ്യാംബര ശ്രക്മണിഭി പരാർത്ഥൈരവിഭൂഷണൈ ദിവ്യഗന്ധാനുലേപൈശ്ച മഹത്യോത്പലമാലയ. ശ്ലോകം 66. പൂജയിത്വാ ജഗന്നാഥം പ്രസാദ്യ ഗരുഡധ്വജം തതപ്രീതോ അഭ്യനുജ്ഞാത പരിക്രമ്യാഭിവന്ദ്യതം സകളത്ര സുഹൃത്പുത്രോ ദീപമബ്ദേർജഗാമഹ. പൂജയിത്വാ ജഗന്നാഥം പ്രസാദ്യ ഗരുഡധ്വജം തതഃ പ്രീതഃ അഭ്യ അനുജ്ഞാതഃ പരിക്രമ്യ അഭിവന്ദ്യ തം സകളത്ര സുഹൃത്പുത്രഃ ദീപം അബ്ദേഹേ ജഗാമഹ. ജഗന്നാഥം, ആ ജഗന്നാഥനായ കൃഷ്ണനെ പൂജിച്ചിട്ട് ഗരുഡധ്വജം, ഗരുഡവാഹനെ പ്രസാദ്യ സന്തോഷിപ്പിച്ചിട്ട് തതഃ അനന്തരം പ്രീതഃ സന്തുഷ്ടനായി അഭ്യനുജ്ഞാത ഭഗവാനാൽ അനുജ്ഞ നൽകപ്പെട്ടവനായി തം അവനെ പരിക്രമ്യ വലം വച്ചിട്ട് അഭിവന്ദ്യ നമസ്കരിച്ചിട്ട് സകളത്ര സുഹൃത്പുത്ര ഭാര്യമാർ, ബന്ധുക്കൾ, മക്കൾ ഇവരോട് കൂടിയവനായി അബ്ദേ സമുദ്രത്തിൻ്റെ ദീപത്തെ ജഗാമ ഗമിച്ചു. അപ്പോൾ സർവ്വലോകനാഥനായ ഭഗവാനെ, ഗരുഡവാഹനായ ഭഗവാനെ പൂജിച്ച് സന്തോഷിപ്പിച്ച് കാളിയൻ കൃതാർത്ഥനായി. അനന്തരം ഭഗവാൻ നീ സുഖമായി പോകാൻ അനുഗ്രഹം കൊടുത്തു. ഭഗവാനെ പ്രദക്ഷിണം ചെയ്തു, നമസ്കാരം ചെയ്തു. എന്നിട്ട് സ്വന്തം ഭാര്യയും പുത്രന്മാരും ബന്ധുക്കളുമായി സമുദ്രമധ്യത്തിലുള്ള രമണക ദ്വീപിലേക്ക് കാളിയൻ പോയി. പൂജയിത്വാ ജഗന്നാഥം പ്രസാദ്യ ഗരുഡധ്വജം തതപ്രീതോഭ്യനുജ്ഞാത പരിക്രമ്യാഭിവന്ദ്യതം സകളത്ര സുഹൃത്പുത്രോ ദീപമബ്ദേർജഗാമഹ. ശ്ലോകം 67. തഥൈവ സാമൃതജല യമുനാ നിർവിഷാഭവത് അനുഗ്രഹാത് ഭഗവത ക്രീഡാമാനുഷരൂപിണഃ. തഥാ ഏവ സാ അമൃതജല യമുനാ നിർവിഷ അഭവത് അനുഗ്രഹാത് ഭഗവതഃ ക്രീഡാ മാനുഷ രൂപിണഃ. തഥാ ഏവ അപ്പോൾ തന്നെ സ യമുന, ആ യമുനാ നദി ക്രീഡാ മാനുഷരൂപിണഃ ലീലാ മാനുഷരൂപനായിരിക്കുന്ന ഭഗവതഃ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിർവിഷ വിഷരഹിതമായി. അപ്പോൾ ആ വിഷലിപ്തമായ കാളിന്തി, ആ യമുനാ നദി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ വിഷമില്ലാതായി, നിർവിഷമായി. അമൃതജല, അമൃതം പോലെ സ്വാദുള്ള ജലത്തോടു കൂടിയതായി അഭവത് ഭവിച്ചു. ഇപ്പൊ മനുഷ്യലോകത്തെ അനുഗ്രഹിക്കുന്നതായി അവതരിച്ച ഭഗവാന്റെ അനുഗ്രഹ വിശേഷത്താൽ അപ്പോൾ തന്നെ യമുനയിലെ ജലം വിഷമില്ലാതെയായി അമൃതം പോലെ സ്വാദുള്ള ജലമായി ഭവിച്ചു. അപ്പോൾ അമൃതാത്മകനായ ഭഗവാന്റെ സങ്കല്പം യമുനയെ അമൃതമയിയാക്കി. അങ്ങനെ ആ ജല സംരക്ഷണം ആദ്യമായിട്ട് ആ പ്രകൃതി സംരക്ഷണത്തിൽ ഏർപ്പെട്ടത് ഭഗവാൻ തന്നെയാണ്, ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. അപ്പോൾ പ്രകൃതി സംരക്ഷണം, ജലസംരക്ഷണം, ഇതാണല്ലോ ഇപ്പോഴത്തെ മനുഷ്യരില്ലാത്തത് അല്ലേ. എല്ലാ വേസ്റ്റ് വസ്തുക്കളും കൊണ്ടുവന്ന് നദിയിലോ തോട്ടിലോ ഒക്കെ ഇടും. അപ്പോൾ അങ്ങനെ കുടിവെള്ളം മലിനമാക്കും. അപ്പോൾ ഇവിടെ ഭഗവാൻ പാഠം പഠിപ്പിച്ചു തരാണ്, നമ്മൾ ആ ജലത്തെ ഒരിക്കലും വിഷലിപ്തമാക്കാൻ പാടില്ല. അപ്പോൾ ആ ജലത്തെ സംരക്ഷിക്കണം, പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന പാഠമാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത്. അതുപോലെ തന്നെ അഹങ്കാരം, നമ്മളിലുള്ള അഹങ്കാരമാണ് ഈ കാളിയൻ എന്ന് പറഞ്ഞ് അഹങ്കാരത്തെ ഭഗവാൻ ഇല്ലാതാക്കുന്നു. അപ്പം അങ്ങനെ അഹങ്കാരത്തെ ഇല്ലാതാക്കുമ്പോൾ മനസ്സ് ഭഗവാനിലേക്ക് തിരിയും. അപ്പം അങ്ങനെ കാളിയൻ്റെ മനസ്സ് അവസാനം ഭഗവാനിലേക്ക് തിരിഞ്ഞു. അപ്പം അങ്ങനെ നമ്മളുടെ അഹങ്കാരം ഇല്ലാതാകുമ്പോൾ, അല്ലെങ്കിൽ അഹങ്കാരത്തെ ഭഗവാന്റെ കാലുകൊണ്ട് ചവിട്ടി അമർത്തുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമായി മനസ്സ് ഭഗവാനിലേക്ക് തിരിയും. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ പൂർവാർത്തേ കാളിയമർദ്ദനം നാമ ഷോഡശോധ്യായഃ സമ്പൂർണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.